നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇതുവരെ ഈ മുഖ്യമന്ത്രി പദവുമായി ചൊല്ലി, അതായത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് മുൻപേ 1 ഡസൻ മുഖ്യമന്ത്രിമാരാണ് ഇപ്പോൾ കോൺഗ്രസിലുള്ളത്. ഇതുവരെ ചില പൊട്ടലും ചീറ്റലുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇതിപ്പോൾ പ്രകടമായ ഒരു പോരിലേക്ക് മാറിയിരിക്കുകയാണ്. കെ സുധാകരൻ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുന്നു, അതിന്റെ താഴെ VD സതീശന്റെ ഗ്രൂപ്പ് പോയി വലിയ ബഹളം ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന മറ്റ് ചില നേതാക്കൾ ഈ ആരെക്കൊണ്ടും പറയിക്കരുത്, ഇതൊന്ന് നിർത്തൂ എന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും, അല്ല യോഗ്യൻ VD സതീശനാണെന്ന് പറയുന്നു. രമേശ് ചെന്നിത്തല മാറി നിൽക്കെന്ന് പറയുന്നു. എന്തൊരവസ്ഥയിലേക്കാണ് ഇവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക? രണ്ട് രസകരമായ കാഴ്ചകളാണ്. ഒന്ന്, ബൈ ബൈ പിണറായി എന്ന ഫ്ലെക്സ് ബോർഡുകൾ കോൺഗ്രസ് ഓഫീസുകൾക്ക് മുന്നിലൊക്കെ ഇപ്പോൾ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന എറണാകുളത്ത് നെടുമ്പാശ്ശേരിയിൽ ഞായറാഴ്ച വൈകുന്നേരം ഒരു ഫ്ലെക്സ് ബോർഡ് ബൈ ബൈ പിണറായി എന്ന് വെച്ചു. പെട്ടെന്ന് തന്നെ CPM പ്രവർത്തകർക്ക് കലിമൂത്ത് തിങ്കളാഴ്ച വൈകിട്ട് ആ ബോർഡെല്ലാം വലിച്ചു കയറി വീണ്ടും ബോർഡ് വെച്ചു. വീണ്ടും ആക്രോശവുമായി കത്തിയും ആയുധങ്ങളുമൊക്കെ ആയിട്ട് പാഞ്ഞെടുത്തു. ഇത് നെടുമ്പാശ്ശേരി മാത്രമല്ല, കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ബൈ ബൈ പിണറായി. പിണറായി വിജയനെ സംബന്ധിച്ച് വലിയൊരു ധാർഷ്ട്യക്കാരനാണ്, ഏകാധിപതിയാണ്. ഒരു തോൽവി അത്ര കണ്ട് പിണറായി വിജയൻ അംഗീകരിക്കാൻ കഴിയുമെന്ന ചോദ്യം നിൽക്കുന്നു. പിണറായി വിജയൻ്റെ ഒരു തോൽവി കേരളത്തെ ഏതൊക്കെ തലത്തിൽ ബാധിക്കുമെന്ന് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ഫ്ലെക്സ് വെച്ചപ്പോൾ പാർട്ടി അണികളുടെ പ്രതികരണം നമ്മളെ ഭയപ്പെടുത്തുന്നു. അപ്പോൾ തിരുവനന്തപുരത്തെ ക്ലിഫ് ഹൗസിൽ നിന്ന് കെട്ടിപ്പെറുക്കി ലോറി പുറത്തേക്ക് പോകുമ്പോൾ കേരളം കത്തിക്കുന്ന ഒരു രോക്ഷപ്രകടനമായിരിക്കും ഒരുപക്ഷെ ഇനി CPM ഗുണ്ടകൾ കാട്ടുന്നത്. അവർക്ക് കലി ഉള്ള സ്ഥലങ്ങളിലൊക്കെ എത്തി ഫ്ലെക്സ് ബോർഡുകൾ വലിച്ചു കയറും, ആക്രമിക്കും. എന്തൊക്കെ ദുരന്തങ്ങളാണ് ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഭയത്തോടെ ഇരിക്കണം. ആ വശത്ത് മറുവശത്ത് ക്ലിഫ് ഹൗസിൽ നിന്ന് ഇന്ന് ഒരു ലോറി സാധനങ്ങളൊക്കെ കയറ്റി പുറത്തേക്ക് പോയി എന്നൊരു വാർത്ത തിരുവനന്തപുരത്ത് പടരുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോ ഒന്നും ആർക്കും കിട്ടിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ക്ലിഫ് ഹൗസിലെ പല സാധനങ്ങളും പുറത്തേക്ക് കടത്തി തുടങ്ങിയിട്ടുണ്ടാകും. കാരണം മെയ് 4-ാം തീയതി വൈകിട്ട് ഈ ലോറി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ തോതിൽ കൂവിച്ചകൾ. പിണറായി വിജയനെ പോലൊരു ഏകാധിപതിക്ക് ഇത്തരം കൂവലുകൾ സഹിക്കില്ല. ഇത്തരം ബിംബങ്ങൾ തള്ളിയിടുന്ന ഒരു പ്രക്രിയ അതും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു തകർച്ചയിലേക്ക്, ഒരു ബിംബത്തിൻ്റെ വീഴ്ചയിലേക്ക് മെയ് 4 കടക്കുമോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. മറ്റൊരു വലിയ ദുരന്തം അവരെ കാത്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അവരത് മാറ്റിയാൽ രക്ഷപ്പെടും. അങ്ങ് കാസർഗോഡ് മുതൽ പാറശാല വരെ ആയിരക്കണക്കിന് ഹോർഡിങ്ങുകൾ, അതിലെല്ലാം പിണറായി വിജയൻ്റെ മുഴുവൻ പടം വെച്ചിരിക്കുകയാണ്. ആ ഹോർഡിങ്ങിൻ്റെ പകുതിയിലധികം സ്പേസ് പിണറായി വിജയൻ്റെ ഫോട്ടോയാണ്. ഞാൻ ഇന്ന് ഒരു CPM നേതാവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പരസ്യ വിപണി എന്നും വെളുത്തവൻ്റെയാണ്. ആ പരസ്യ വിപണിയിൽ വെളുത്തവൻ്റെ അല്ലാത്ത ഒരു ഫോട്ടോ പതിച്ചുകൊണ്ട് ഞങ്ങൾ കേരളത്തിൽ ഒരു പുതുശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ മറ്റു പല തിരുത്തലുകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രൊജക്റ്റ് ചെയ്തൊരു ബ്രാൻഡ് ഐക്കണാക്കി ഒരു പരീക്ഷണമാണ് കേരളത്തിൽ നടത്തിയത്. ഇത് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും CPM പൂർണ്ണമായ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അതുകൊണ്ടാണല്ലോ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് 72 സീറ്റ് എന്നൊക്കെ പറഞ്ഞ് തടിതപ്പിയത്. മറുവശത്ത് ഈ സീറ്റിൻ്റെ എണ്ണത്തെ ചൊല്ലിയ ഒരു വശത്ത് തർക്കം നമ്മൾ കാണുന്നു. സതീശൻ പറയുന്ന 100, രമേശ് ചെന്നിത്തലയുടെ ആഗ്രഹം 80, വേണുഗോപാലിൻ്റെ ആഗ്രഹം 90. ഈ കണക്കിലൊരു വലിയ പ്രത്യേകതയുണ്ട്. 100 സീറ്റാണ് UDFന് കിട്ടുന്നത് എങ്കിൽ അപ്പോൾ തന്നെ സതീശൻ ചാടി ഇറങ്ങും. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് ഞാൻ പോകും എന്ന്. അപ്പോൾ VD സതീശന് ക്രെഡിറ്റ് കൂടുതൽ കിട്ടും. മറുവശത്ത് 80 സീറ്റ് എന്ന് വന്നാൽ അവിടെ കൂടുതൽ സമവായം വേണം. ഘടകകക്ഷികളെ മെരുക്കിയെടുക്കണം, ഒപ്പമുള്ളവരെ ഒന്ന് പേടിപ്പിക്കണം. കാരണം ഈ 80 സീറ്റ് അല്ലെങ്കിൽ 75 സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു അപകടം നിൽക്കുന്നുണ്ട്. ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നാണ് ലീഗ് പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ PJ ജോസഫ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ പാർട്ടിക്ക് ധനകാര്യമന്ത്രി അടക്കം 2 പേരെ വേണം. ജയിച്ചില്ല. അപ്പോൾ ഘടകകക്ഷികളിൽ നിന്ന് വലിയ സമ്മർദ്ദം. ഇപ്പോൾ 72, 75, 80 ഈ നിലയിലാണെങ്കിൽ VD സതീശൻ്റെ കയ്യിൽ നിൽക്കില്ല. കാരണം സതീശൻ വെട്ടൊന്നാ മുറി 2. ഘടകകക്ഷി ധനകാര്യമന്ത്രി സ്ഥാനം വേണമെന്ന് പറഞ്ഞാൽ സതീശൻ പോയി പണി നോക്കാൻ പറയും. പിണറായി വിജയൻ്റെ പതിപ്പെന്നൊക്കെയാണ് പലരും സതീശനെ ഉപമിക്കുന്നത്. അപ്പോൾ സതീശൻ്റെ കയ്യിൽ നിൽക്കില്ല എന്ന് ചെന്നിത്തല ഗ്രൂപ്പുകാർക്ക് വാദിക്കാം. ഇനി വേണുഗോപാലിൻ്റെ സാങ്കത്യമോ 100 ആണെങ്കിൽ അത് സതീശൻ്റെ ക്രെഡിറ്റ്. ഇനി 90 ആണെങ്കിൽ ഘടകകക്ഷികൾ, അത്യാവശ്യ ഗ്രൂപ്പിൽ ഉള്ള MLA മാർ ആരാണ് കൂടുതൽ നേതാവിനെ പാർലമെൻ്ററി നേതാവിനെ
കൂടുതൽ പിന്തുണയ്ക്കുന്നത്. അത്തരമൊരു സാഹചര്യം ചിലപ്പോൾ വേണുഗോപാലിന് അനുകൂലമായേക്കാം. പക്ഷെ ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ആ മുഖ്യമന്ത്രി കസേരയാണ്. എന്ത് വില കൊടുത്തു, എന്ത് വെട്ടും തട്ടും നടത്തിയിട്ടാണെങ്കിൽ ആ മുഖ്യമന്ത്രി കസേര പിടിക്കും എന്ന വാശിയിലാണ് ഇപ്പോൾ നേതാക്കൾ. നമ്മൾ കരുതിയത് വേണുഗോപാൽ ഇതുപോലെ പരസ്യമായ ഒരു കസേര കളി നടത്തുമെന്ന് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല. കാരണം ഇലക്ഷൻ സമയത്ത് വേണുഗോപാൽ പറഞ്ഞത് എനിക്ക് മുഖ്യമന്ത്രി പദം മോഹമില്ലെന്നാണ്. അതേ വേണുഗോപാലിനെ ഇന്നലെ മുഖ്യമന്ത്രിയായി ചിത്രീകരിച്ചുകൊണ്ട് കെ സുധാകരൻ പോസ്റ്റ് ഇട്ടപ്പോൾ വേണുഗോപാൽ പറഞ്ഞ ആളുകൾ അവരുടെ അഭിപ്രായം പറയുക ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. കണ്ണൂരിലെ കെ സുധാകരൻ മുതൽ തിരുവനന്തപുരത്തെ വൈഷ്ണവ് സുരേഷ് വരെ വലിയൊരു ടീമിനെയാണ് കെ സി അണിനിരത്തിയിരിക്കുന്നത്. അതിൽ ഷാഫി പറമ്പിലുണ്ട്, മാത്യു കുഴൽനാടനുണ്ട്, പഴകുളം മധുവിനെ പോലെയുള്ള ഒരുപിടി നേതാക്കളുണ്ട്. അപ്പോൾ കെ സിയെ സംബന്ധിച്ച് രാഹുലിൻ്റെ പെറ്റാണ് ഹൈക്കമാൻഡ് ഉള്ളം കയ്യിലാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ പ്രാദേശിക നേതാക്കൾക്ക് കെ സിയുടെ ഒരു അനുഗ്രഹം വേണം പാർട്ടിയിൽ വളർന്നു വരണമെങ്കിൽ. അതുകൊണ്ടാണല്ലോ കെ സുധാകരൻ ആദ്യം രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി വാദിച്ച സുധാകരൻ നിന്ന് നിൽപ്പിൽ മറുകണ്ഠം ചാടിയത്. സുധാകരനൊരു ഓഫർ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കഥ. സണ്ണി ജോസഫിനെ മന്ത്രിയാക്കി മന്ത്രിസഭയിലേക്ക് എടുക്കുമ്പോൾ വരുന്ന KPCC അധ്യക്ഷ സ്ഥാനം വീണ്ടും കെ സുധാകരന് നൽകാം എന്നൊരു ധാരണ. അപ്പോൾ ഒറ്റ വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞാൽ സുധാകരൻ്റെ പ്രശ്നവും തീർക്കാം, വളരെ സ്മൂത്തായിട്ട് മുഖ്യമന്ത്രിക്ക് അധികാരത്തിലുമേറാം. പക്ഷെ അത്ര സ്മൂത്തായിരിക്കില്ല KC വേണുഗോപാലിൻ്റെ വരവ്. കാരണം സതീശനൊരു പ്രത്യേക ടൈപ്പാണ്. സതീശനെ സംബന്ധിച്ച് സതീശന് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കാണുന്നൊരു വലിയ പിന്തുണ അതൊരു സ്പോൺസേഡ് പ്രോഗ്രാം എന്നാണ് KC പക്ഷം പറയുന്നത്. സതീശൻ്റെ വലിയ സൈബർ ടീമുകളെ അണിനിരത്തി ഒരു സ്പോൺസേഡ് പ്രോഗ്രാമാണ് സതീശൻ നടത്തുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ അന്ന് സൈബർ ടീമിനെ കൺട്രോൾ ചെയ്തത് VD സതീശനാണ്. KPCC ഓഫീസിലായിരുന്നു അവരുടെ ബ്രെയിൻ സെല്ല്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ സൈബർ സെല്ലിൻ്റെ ടീം അംഗങ്ങളുണ്ടായിരുന്നു. അന്നു മുതൽ VD സതീശൻ ഈ സൈബർ ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുകയും അവരെ ഉപയോഗിച്ച് പല ഓപ്പറേഷൻസ് നടത്തുകയും ചെയ്തിരുന്നുവെന്ന് ഇപ്പോൾ KC വിഭാഗം പറയുന്നു. മറുവശത്ത് രമേശ് ചെന്നിത്തല ഇതൊക്കെ നോക്കിക്കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ RC ബ്രിഗേഡ് വെറുതെ ഇരിക്കില്ല. ഇപ്പോൾ അവരോടൊക്കെ നിങ്ങൾ ആയുധം താഴെ വെച്ച് കാത്തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആയുധം കയ്യിലെടുക്കാൻ പറഞ്ഞാൽ കളി മാറും. പക്ഷേ KCയും VDയും ആയുധം കയ്യിലെടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് അണികളോട്. അണികൾ ആയുധങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ ചാടി വീണു. കെ സുധാകരൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ട്, ഒടുക്കത്തെ പോസ്റ്റായിപ്പോയി. അണികൾ അങ്ങ് ആർത്ത് വിളിച്ചു, KC ഗോ ബൈറ്റ്, VD ഇൻ. ഇതായിരുന്നു ആ ആക്രോശം. ഒടുവിൽ കമൻറ്റ് ബോക്സ് പൂട്ടിയിട്ട് ഓടി. കാരണം കെ സുധാകരൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിയാണ്, ഊറ്റു രക്ഷയില്ല, അമ്മാതിരി തെറി. ഇമ്മാതിരി തെറി ഒരുപക്ഷെ കെ സുധാകരൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്ന് കെ സുധാകരൻ ഒന്ന് മയപ്പെടുത്തി. ഞാൻ എൻ്റെ ഒരു സ്വകാര്യ അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തത്. അതൊക്കെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ നേതാക്കളും പറയുന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത്. ആരെയും ഹൈക്കമാൻഡ്? KC വേണുഗോപാൽ. ആരെയാണ് മുഖ്യമന്ത്രിയാക്കേണ്ടത്? KC വേണുഗോപാലിനെ. അപ്പോൾ ഇന്നലെ വരെ വെള്ളം കോരി വിറക് വെട്ടിയവനും പുറത്ത്. അതാണ് സതീശൻ്റെ ഗ്രൂപ്പുകാർ പറയുന്നത്. പട നയിച്ചവൻ പടത്തലവനാവട്ടെ എന്നാണ് സതീശൻ ഗ്രൂപ്പുകാർ പറയുന്നത്. പക്ഷേ ഇവിടെ രണ്ട് പ്രതിപക്ഷ നേതാക്കളാണ് പുറത്തു നിൽക്കുന്നത്. ഒന്ന് രമേശ് ചെന്നിത്തല, 2016, 11, 21 കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. 2021-26 കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് VD. ഇപ്പോൾ VD ഗ്രൂപ്പ് പറയുന്ന 2016-21 നിങ്ങൾ ഭരണം പിടിച്ചില്ല, 2021 ഭരണം പിടിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാമായിരുന്നല്ലോ. പക്ഷെ അവിടെ ഒരു അപകടം, അന്ന് ഉമ്മൻചാണ്ടി ഉണ്ട്. അപ്പോൾ ഇതൊരു കലുഷിതമായ അന്തരീക്ഷമാണ്. ഈ കലുഷിത അന്തരീക്ഷത്തിൽ ഇനി കളിക്ക് പുറത്താവും അംഗം വെട്ട്, കളത്തിന് പുറത്താവും. ആ കളത്തിന് പുറത്തേക്ക് അംഗം വെട്ട് മൂർച്ഛിക്കുമ്പോൾ ഹൈക്കമാൻഡിന് നോക്കുകുത്തിയായി നിൽക്കേണ്ടി വരും. കാരണം ഈ ഹൈക്കമാൻഡ് കേരളത്തിലെ നേതാക്കളെക്കാൾ ഉയരത്തിലല്ല. ഖാർഗെ എന്നൊക്കെ പറയുന്നത് സുധാകരൻ അന്ന് വരട്ടാത്തതുകൊണ്ടാണ്. സുധാകരൻ ശരിക്കൊന്ന് വരട്ടിയാൽ ഖാർഗെയൊക്കെ അവിടെ ഇരിക്കും. പിന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് കേരളം എൻ്റെ വീടാണ്, അമ്മയെ കൊണ്ടുവന്ന് വയനാട്ടിൽ താമസിപ്പിക്കണമെന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നൊരു മനുഷ്യൻ. ഒരു പക്ഷേ KC വേണുഗോപാലോ VD സതീശനോ രമേശ് ചെന്നിത്തലയോ മുഖ്യമന്ത്രിയായാൽ രാഹുലിനെ സംബന്ധിച്ച് ഏറ്റവും സുരക്ഷിത സ്ഥലം വയനാടാണ്. വയനാട് വന്ന് അമ്മയും കൂട്ടി സുഖമായി ജീവിക്കാൻ കഴിയും. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇപ്പോൾ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ തന്നെ 535 ഇപ്പോഴത്തെ MP-മാരുടെ നമ്പർ നേരെ പകുതിയും കൂടെ കൂട്ടുകയാണ്, 815 MP-മാരിലേക്ക് എത്തുകയാണ്. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ കൈവിടും. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നീക്കം. കേരളത്തിൽ KCയെ ഒരു മുഖ്യമന്ത്രിയായി അംഗീകരിക്കുമോ? ഈ ഒരു ചോദ്യം വളരെ ശക്തമാണ്.
ഇവിടെ കെ സി വിഭാഗം പറയുന്നത് വളരെ ചെറുപ്പത്തിൽ ഇവിടെ മന്ത്രിയായി, കേന്ദ്രമന്ത്രിയായിരുന്നു, ദീർഘകാലം MP ആയിട്ടുണ്ട്, കേരളത്തിൽ MLA ആയിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനാ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ കെ സി ഒരു വലിയ നേതാവാണ്. നമ്മുടെ കെ സുധാകരൻ്റെ വാക്കുകളൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഉമ്മൻചാണ്ടിക്കും കരുണാകരനും ശേഷം കേരളത്തിന് ലഭിക്കുന്ന മറ്റൊരു മഹാനായ നേതാവ് എന്ന തലത്തിലാണ് കെ സിയെ വാഴ്ത്തുന്നത്. മറുവശത്ത് VD ഗ്രൂപ്പിനെ കെ സി ഗ്രൂപ്പ് ആക്ഷേപിക്കുന്നതോ, VD സതീശൻ ഒരിക്കൽ പോലും ഒരു മന്ത്രിസ്ഥാനത്ത് ഇരുന്നിട്ടില്ല, ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ചുമതല വഹിച്ചിട്ടില്ല, വെറുതെ നിയമസഭയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഇരുന്നു, അതിനു മുമ്പ് ഒരു MLA മാത്രമായിരുന്നു. എന്ത് ഭരണ പരിചയം! മറുവശത്ത് CPM-ഉം ഇടതുപക്ഷവുമാണ്. അവരെ വെട്ടിൽ വീഴ്ത്തി ഭരിക്കണമെങ്കിൽ വലിയ ഭരണ പാഠവും വേണം. എന്ന് മാത്രമല്ല, പല ഫയലുകളും ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ പൊടിതട്ടിയെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഈ പുതിയ ഭരണകൂടത്തെ ഏൽപ്പിക്കും. അപ്പോൾ അതിനൊക്കെ എതിരെ വിജിലൻസ് കേസിടണം, അഴിമതി അന്വേഷണം നടത്തണം. അതിനുള്ള ആർജവം സതീശനുണ്ടോ? അതാണ് ചോദ്യം. പക്ഷേ കെ സിയെ സംബന്ധിച്ച് ഇതൊരു ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ്, ഒരു മുഖ്യമന്ത്രിയാവുക. കാരണം ഇനി കേന്ദ്രത്തിൽ ഈ പോക്കാണ് 2021 ഭരണം കിട്ടില്ല. ഇവിടെയാണ് രമേശ് ചെന്നിത്തലയുടെ പ്രസക്തി. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് എത്രയോ കാലത്തെ ഒരു പരിചയമുണ്ട്, പരിചയസമ്പന്നനാണ് അദ്ദേഹം. വളരെ ചെറുപ്പത്തിൽ മന്ത്രിയായി, ആഭ്യന്തരമന്ത്രിയായി, കേരളത്തിൻ്റെ ദീർഘകാലം KPCC അധ്യക്ഷനായിട്ടുണ്ട്. കേരളത്തിൻ്റെ വാർഡ് തലം മുതൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വരെ എല്ലാ ഇടങ്ങളും ഹൃദയസ്ഥമാണ്. MLA-മാരുമായി വലിയ ആത്മബന്ധമുണ്ട്. ഒരു കാലത്ത് വിശാല ഗ്രൂപ്പിനെ നയിച്ചിരുന്നത് ഇതേ രമേശ് ചെന്നിത്തലയാണ്. പണ്ട് കരുണാകരൻ DIC ഒക്കെ തുടങ്ങി കോൺഗ്രസിനെ നെടുക പിളർത്താൻ തുടങ്ങിയപ്പോൾ അന്ന് ഗ്രൂപ്പിലുണ്ടായിരുന്ന പല പ്രമുഖരെയും ഒപ്പം ചേർത്ത് കോൺഗ്രസിനെ ഒരു വലിയ പാളിച്ചയിൽ നിന്ന് രക്ഷിച്ച ഒരു നേതാവ് കൂടിയാണ്. രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു 2021 വലിയ പിന്തുണ MLA-മാർക്കിടയിൽ ഉണ്ടായിരുന്നത് എന്നതും സത്യം. പക്ഷേ ഇപ്പോൾ കെ സിയുടെ അധികാരസ്ഥാനം കണ്ട് പല MLA-മാരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ സ്ഥാനാർത്ഥികളെ പല സ്ഥലങ്ങളിലും മത്സരിപ്പിക്കാൻ കെ സിക്ക് കഴിഞ്ഞു. അപ്പോൾ ഒരു അപ്പർ ഹാൻഡ് ആർക്ക്? രമേശ് ചെന്നിത്തല ഗ്രൂപ്പും കെ സി ഗ്രൂപ്പും ജയിച്ചു വരുന്ന MLA-മാരുടെ തലയെണ്ണം നോക്കുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും കുറച്ച് ഭൂരിപക്ഷം വരിക. പക്ഷെ അവിടെ ഗ്രൂപ്പിൻ്റെ പിന്തുണ ആര് നേടും? മറുവശത്ത് മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്തായിരിക്കും? കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ നിലപാട് എന്തായിരിക്കും? ഇപ്പോൾ ഒരു വലിയ ഭൂരിപക്ഷം ഉണ്ടായാൽ വലിയ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുറപ്പാണ്. നമുക്ക് കെ സുധാകരൻ്റെ കാര്യം തന്നെ എടുക്കാം. അന്ന് ഖാർഗെ, രാഹുൽ ഗാന്ധിയൊക്കെ വെല്ലുവിളിച്ചാണ് സുധാകരന് അഴിഞ്ഞാടിയത്. അപ്പോൾ അതേ സുധാകരൻ മിണ്ടാതിരിക്കുന്നു. കേരളത്തിൽ എന്ത് സംഭവിക്കും എന്ന് കാതോർത്ത് കണ്ണ് കൂപ്പിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. എന്തും സംഭവിക്കാം. ഇവിടെ VD സതീശനിലേക്ക് വരുമ്പോഴത്തേക്ക്, അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ VD സതീശന് വേണ്ടി മുറവിളി ഉയരുന്നതിനേക്കാൾ കൂടുതൽ കെ സിയുടെ പേരാണ് എല്ലാവരും ഉയർത്തുന്നത്. ക്യാമ്പയിനാണ്. പ്രത്യേകിച്ച് അങ്ങനെയാണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതൊരു വാസ്തവമുണ്ടെങ്കിൽ തന്നെയും ഈ VD സതീശനോട് ഒരു ഇടക്കാലത്ത് ഈ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും സൈബർ ഗ്രൂപ്പുകൾ അകന്നു പോകുന്നതും VD സതീശനെ തെറിവിളിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. രാഹുൽ വിഷയത്തിൽ തന്നെയാണ്. പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഒക്കെ നേതാക്കളും പ്രവർത്തകരുമൊക്കെ VD സതീശന് നേരെ പച്ചയ്ക്ക് വിമർശനവുമായി രംഗത്തേക്ക് വരുന്നു. രാഹുലിനെ പിന്തുണയ്ക്കുന്ന KSU, യൂത്ത് കോൺഗ്രസ്സുകാർ പാർട്ടിയിൽ വേണ്ട എന്ന് പച്ചയ്ക്ക് പറയുന്ന ഒരു VD സതീശനെ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ ഈ VD സതീശനിൽ നിന്ന് അകലുന്ന ഒരു കാഴ്ച നമ്മൾ ഒരു ഇടക്കാലത്ത് കണ്ടതാണ്. ഇതൊക്കെ VD സതീശന് ഒരു വലിയ തിരിച്ചടി ഉണ്ടാക്കത്തില്ലേ? അല്ല, VDയെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു കാലത്ത് നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെയായിരുന്നു ഈ സൈബർ കൊങ്ങികൾ പ്രചരിപ്പിച്ചിരുന്നത്. മറുവശത്ത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലാണ് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഏറ്റവും വലിയൊരു വീറ് സതീശൻ കാട്ടിയത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. ഇതെൻ്റെ വിജയമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സതീശൻ എൻ്റെ പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള ഒരു പരിശോധനയായിരിക്കും തൃക്കാക്കരയിൽ നടക്കുന്നതെന്ന് സതീശൻ എന്ന് പറഞ്ഞു. പിന്നീട് പാലക്കാട് സതീശൻ തൻ്റെ വാക്കുകൾക്ക് മറ്റൊരു അനുയോജ്യ പദം കൂടി ചേർത്തു, സതീശനും പിള്ളേരും. അന്ന് അവിടെ സതീശനും പിള്ളേരുമായിരുന്നു അശ്വമേധം നടത്തിയത്. അന്ന് എന്തൊക്കെ വിവാദങ്ങൾ നമ്മൾ കേട്ടുവെങ്കിലും സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും PC വിഷ്ണുനാഥും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഇരുത്തം വന്ന ഒരു നേതൃനിരയും മറുവശത്തൊരു യുവനിരയും ചേർന്ന് കേരളത്തിലെ കോൺഗ്രസിനൊരു പുതു സ്വപ്നം പകർന്ന് നൽകിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. പക്ഷേ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ചില മലക്കം മറിച്ചിലുകൾ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി.
ഷാഫി പറമ്പിൽ വലിയ ഒരു തീപ്പൊരി നേതാവായി മാറിയിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വടകരയിൽ പോയി മത്സരിച്ച് കെ ശൈലജയെ മലർത്തിയടിച്ചതോടെ. പക്ഷേ ഇതേ ഷാഫി പറമ്പിലിനെ റാഞ്ചിയെടുക്കാൻ ഡൽഹിയിലുള്ള KCക്ക് കഴിഞ്ഞു. കാരണം വടകരയിൽ ജയിച്ച ഡൽഹിക്ക് എന്ന ഷാഫിയെ KC കൈകാര്യം ചെയ്തു. കാരണം അവിടെ ചെന്നപ്പോഴാണ് KCയുടെ പിടിപാട് ഷാഫിക്ക് മനസ്സിലായത്. KCയെ വകഞ്ഞു മാറ്റി നിർത്തിയാൽ തനിക്ക് രാഷ്ട്രീയത്തിൽ വലിയ സ്കോപ്പൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ ഷാഫി KC ഗ്രൂപ്പിൽ ചേർന്നു. ഷാഫി എന്ത് ചെയ്തു? തൻ്റെ അനുയായി രാഹുലിനെയും കൂടി KC ഗ്രൂപ്പിലേക്ക് ചേർത്തു. കോൺഗ്രസിൻ്റെ ഉറച്ച സീറ്റുകളിൽ പലതും, ഇപ്പോൾ ഇരിക്കൂർ സീറ്റ് ആ KCയുടെ നോമിനിയാണ്. അത് അവിടെ ഏത് കുറ്റിച്ചൂരിനെ നിർത്തിയാലും ജയിക്കും. ഇത്തരം പല സീറ്റുകളും ഈ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിലും 2026 തെരഞ്ഞെടുപ്പിലുമായി KC പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ KCയുടെ ഒരു കരുത്ത് മനസ്സിലാക്കിയ ഷാഫിയും കൂട്ടരുമൊക്കെ KCയുടെ ഒരു ഗ്രൂപ്പിലേക്ക് ചേർന്നു. ഈ KC ഗ്രൂപ്പിലേക്ക് ഇവർ ചെന്നപ്പോൾ വളരെ നാച്ചുറലായി ഇവർക്കൊപ്പമുണ്ടായിരുന്ന സൈബർ ഗ്രൂപ്പുകളും KCക്ക് കൂടുതൽ പിന്തുണ നൽകി. അതുകൊണ്ടാണ് KCക്ക് ഇപ്പോൾ വലിയ പിന്തുണ അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് സതീശൻ എപ്പോഴും ഒരു നിലപാടിൽ നിൽക്കും. ഈ സതീശൻ മറ്റുള്ളവരെ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ പരാജയം എന്നൊക്കെയാണ് പൊതുവെ കോൺഗ്രസ്സുകാർ പറയുന്നത്, മറ്റ് നേതാക്കളെ സുഖിപ്പിച്ച് നിർത്തുന്നതിൽ. സതീശൻ തൻ്റെ സ്ഥാനം സ്വയം കൂടുതൽ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത്. കാരണം സതീശനെ സംബന്ധിച്ചൊരു പ്രത്യേക തരത്തിലുള്ള പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ രീതിയുമൊക്കെയാണ്. VD സതീശൻ ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ വളരെ കൃത്യമായൊരു കാര്യം പറയുന്നു. എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തോട് അത്ര അമിത മോഹമൊന്നുമില്ല, പക്ഷേ തന്നെ ഏൽപ്പിച്ച ജോലി വൃത്തിയായി ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റി. അതിന് തനിക്ക് അംഗീകാരം നൽകുന്നില്ല എങ്കിൽ തനിക്ക് മറ്റു പണി അറിയാം എന്ന് പറഞ്ഞാൽ വെറും ഒരു മന്ത്രിയായി മന്ത്രിസഭയിൽ താൻ ഇരിക്കില്ല. തന്നെ മുഖ്യമന്ത്രിയാക്കിയില്ല എങ്കിൽ താൻ ഇതിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് പോകും. ഈ ഒരു ഭീഷണിയാണ് VD സതീശൻ ഉയർത്തുന്നത്. സതീശനെ സംബന്ധിച്ച് ഫ്യൂച്ചറോ ഇനി വർത്തമാനമൊന്നും വലിയ കാര്യവുമല്ല. അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് സതീശൻ കടന്നാൽ KCക്ക് ഇരിക്കപ്രതി ഉണ്ടാവില്ല. ഒരുപക്ഷെ KC പദ്ധതിയിടുന്നത് സതീശനെ ധനകാര്യമന്ത്രിയാക്കി രമേശ് ചെന്നിത്തലയെ ഉപമുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാക്കി ഒരു വിശാല പ്ലാറ്റ്ഫോമിനായിരിക്കാം. പക്ഷേ രമേശ് ചെന്നിത്തലയെ പോലൊരു നേതാവിന് KC വേണുഗോപാലിൻ്റെ കീഴിൽ എങ്ങനെ ഇരിക്കാൻ കഴിയും? കാരണം രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നപ്പോൾ അന്ന് യൂത്ത് കോൺഗ്രസ്സിലെ ഒരു ചെറിയ ഭാരവാഹി മാത്രമായിരുന്നു KC വേണുഗോപാൽ. പിന്നീട് അക്കാലത്ത് രമേശ് ചെന്നിത്തല മന്ത്രിയായിരുന്നതാണ്. പിന്നീട് രമേശ് ചെന്നിത്തലയാണ് KC വേണുഗോപാലിനെ വളർത്തിക്കൊണ്ടുവന്നത്. അതേ ചെന്നിത്തലയെ താഴേക്കിട്ട് മോളി KC വേണുഗോപാലിനെ പ്രതിഷ്ഠിക്കാൻ കഴിയുമോ? അതിനേക്കാൾ ഭയാനകമാണ് VD സതീശൻ്റെ കാര്യത്തിൽ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച്. അതുകൊണ്ട് കോൺഗ്രസിൽ എന്തെങ്കിലുമൊക്കെ ഫോർമുലകൾ ഉരുത്തിരിയാനുള്ള സാധ്യതയുണ്ട്. രമേശിനെ ഒരു മുഖ്യമന്ത്രിയായി നിലനിർത്തി VD സതീശനെ ധനകാര്യവും അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയുമാക്കി എന്തെങ്കിലും ഒരു ഫോർമുല, എന്നിട്ട് 2-2.5 വർഷമാകുമ്പോൾ ഒന്നുകിൽ KCയെ കാര്യങ്ങൾ ഏൽപ്പിക്കുക അല്ലെങ്കിൽ സതീശനെ ഏൽപ്പിക്കുക. പക്ഷേ ഇതൊന്നും വലിയ തർക്കങ്ങൾക്കും വലിയ വിസ്ഫോടനങ്ങൾക്കും പൊട്ടിത്തെറികൾക്കും കാരണമാകും. കോൺഗ്രസിനെ 3 കഷ്ണമാകുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ഒരു ആകെ നേട്ടം കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ച് ഈ ഗ്രൂപ്പ് പോലൊക്കെ മടുത്ത് നിൽക്കുക. ഇനി ആര് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയാലും അവരവരുടെ കൂടെ പോവില്ല. ഒരു കാര്യം ഉറപ്പാണ്, KC വേണുഗോപാൽ ഇവിടെ ഒരു മുഖ്യമന്ത്രിയായി വരിക എന്നത് അദ്ദേഹത്തിന് വലിയ സ്വപ്നമായിരിക്കും, പക്ഷെ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമാകും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി അല്ലെങ്കിൽ VD സതീശൻ ഉപമുഖ്യമന്ത്രി എന്നൊക്കെ തലത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ലീഗിനെ എങ്ങനെ ഒന്ന് പിടിച്ചു കെട്ടാൻ കഴിയും? ലീഗ് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടില്ല എന്ന് പറയുമ്പോൾ ഇത് കലക്കവെള്ളത്തെ മീൻ പിടിക്കാൻ ഈ ഘടകകക്ഷികളൊക്കെ ശ്രമിക്കും. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ KC കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചു പറയും, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഞാൻ ഉപമുഖ്യമന്ത്രിയാക്കാം. സതീശൻ പക്ഷേ അത്ര ഓഫറൊന്നും കൊടുത്ത് നിൽക്കാനുള്ള സാധ്യതയില്ല. രമേശ് ചെന്നിത്തലയെ വലിയ കാര്യമാണ് ഈ കുഞ്ഞാലിക്കുട്ടിക്കും മുസ്ലിം ലീഗിനുമൊക്കെ. പക്ഷെ നേരത്തെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ലീഗിൻ്റെ ഒരു സ്റ്റാൻഡ് അതാണ് സംശയിക്കേണ്ടത്. പക്ഷെ മറുവശത്ത് ഇവർക്കെല്ലാം ഒരു ഡൽഹി പിടി വേണം. അതാണ് മുഖ്യ പ്രശ്നം. ഈ ഡൽഹി പിടിക്ക് വേണ്ടി ഒരു പക്ഷേ KCയോട് അടുക്കാൻ ഒട്ടാനുള്ള സാധ്യത മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ, പക്ഷെ ഒരിക്കലും KC വേണുഗോപാൽ ഇത്തരമൊരു മുഖ്യമന്ത്രി പദം ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഓടി വന്നു, കുറേ പ്രചരണവും കുറേ വെടിക്കെട്ടും ഒക്കെ നടത്തി എന്നത് ഒഴിച്ചു നിർത്തിയാൽ എന്ത് അവകാശവാദമായിരിക്കും KCക്ക് ഉയർത്താൻ കഴിയുക? അപ്പോൾ കലക്കവെള്ളത്തിൽ മീൻ പിടിച്ച് മുഖ്യമന്ത്രിയാകാനുള്ള ഈ ശ്രമം അത്ര കണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഉൾക്കൊള്ളില്ല. വീണ്ടും
ഇപ്പോൾ ബൈ ബൈ പിണറായി എന്ന് പറഞ്ഞ് ക്ലിപ്പ് ഹൗസിൽ നിന്ന് പിണറായി ഇറക്കി വിടുന്ന കേരളം 2029 വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കും. കാരണം ഈ പുതിയ ഡീലിമിറ്റേഷനൊക്കെ വന്ന് 1 ഇന്ത്യ 1 ഇലക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ പുതിയ തിരഞ്ഞെടുപ്പിൽ 3 വർഷമേ ഉള്ളൂ ഭരണം. ഇതെല്ലാം നശിച്ചടിഞ്ഞ് വീണ്ടും പിണറായി വിജയന് ശേഷം ഉയർത്തു വരുന്ന മറ്റൊരു നേതാവിലൂടെ LDF ഭരണം തിരിച്ചു പിടിക്കുമോ എന്നൊന്നും പറയാൻ കഴിയില്ല. ഈ പോക്കാണെങ്കിൽ നന്നായി ഭരിച്ചാൽ ജനങ്ങൾക്കൊപ്പം നിന്നാൽ അവർക്ക് നിലനിൽക്കാം. ഒറ്റ കാര്യം കൂടെ ചോദിക്കാനുള്ളത്, നമ്മൾ ഈ പറയുന്ന പോലെ രമേശ് ചെന്നിത്തലയെ പോലെയോ അല്ലെങ്കിൽ KC വേണുഗോപാലിനെ പോലെയും ഒന്നുമല്ല VD സതീശൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴും പക്ഷേ ഒരു നേതാവാകുമ്പോൾ ചിലയിടത്തൊക്കെ ഒന്ന് മയപ്പെട്ട് നിൽക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. പക്ഷേ എല്ലാവരെ കൊണ്ടും വെറുപ്പിച്ചു. കാരണം വെള്ളാപ്പള്ളി നടേശനുമായിട്ട് വലിയ അടിയാണ്. NSSുമായിട്ട് അത്ര വലിയ അടുപ്പമില്ല. പക്ഷേ KC വേണുഗോപാലിനും ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്കും NSSുമായിട്ട് വളരെ നല്ലൊരു ബന്ധമാണുള്ളത്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ആരോടും എനിക്ക് വലിയ മമതയൊന്നുമില്ല, എന്റെ സൗകര്യത്തിന് ഞാൻ നിൽക്കും എന്നുള്ളൊരു നിലപാട്, പക്ഷെ അത് രാഷ്ട്രീയത്തിൽ അത്ര കണ്ട് VD സതീശന് ഗുണം ചെയ്യുമോ? രമേശ് ചെന്നിത്തല ഒരു സമവായത്തിന്റെ ആളാണ്. മറുവശത്ത് ഈ സതീശന്റെ നിലപാട് നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ സമുദായ സംഘടനാ നേതാക്കളുടെ നിലപാടിനെ നമുക്ക് അത്ര കണ്ട് അംഗീകരിക്കാനൊന്നും കഴിയില്ല. ഈ സമുദായ സംഘടനാ നേതാക്കളൊക്കെ ഇതേ VD സതീശൻ മുഖ്യമന്ത്രിയായി ക്ലിഫ് ഹൗസിലെത്തിയാൽ ആ തിണ്ണ നിരക്കും. അതിനി വെള്ളാപ്പള്ളി ആയാലും സുകുമാരൻ നായരായാലും ക്രിസ്ത്യൻ മെത്രാന്മാരായാലും അവരൊക്കെ ആ തിണ്ണ നിരക്കും. അതിൽ സംശയിക്കേണ്ട. അത്തരം ഘട്ടങ്ങളിൽ ഒരു രാഷ്ട്രീയ മാന്യത പുലർത്താനുള്ള ശ്രദ്ധ VD കാട്ടും. VD നമുക്ക് അക്കാര്യങ്ങളിലൊന്നും അങ്ങനെ തള്ളി പറയേണ്ടതില്ല. എന്നാൽ മറുവശത്ത് വലിയൊരു സമവായത്തിൻ്റെ വക്താവാണ് രമേശ് ചെന്നിത്തല. ഇവരിൽ ആര് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടാലും ഒരുപക്ഷെ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് വലിയ പൊട്ടിത്തെറിയൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഇവരെ വലിയ ആരാധനയോടെ കാണുന്ന ഇവർക്ക് ചുറ്റുമുള്ള വലിയൊരു അനുയായ വൃന്ദം ആരെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്താലും മറുവിഭാഗം പൊട്ടിത്തെറിക്കും. എന്തായാലും ഒരു പൊട്ടിത്തെറി ഉറപ്പാണ്. കാത്തിരുന്ന് കാണാം. എന്തായാലും മെയ് 4 മുൻപ് തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനുള്ളൊരു ഓട്ടപ്പാച്ചിലാണ് കോൺഗ്രസ്സുകാർ. പുറമേ നിന്ന് നമുക്ക് നോക്കുമ്പോൾ പരിഹാസ്യമായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇവർക്കൊക്കെ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. കാരണം 10 വർഷം പുറത്തിരുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു പിടിവലിയാണ്. നടക്കട്ടെ, മെയ് 4 തീരുമാനിക്കും. അതിനുശേഷം ഒരു വലിയ പൊട്ടിത്തെറിക്ക് ശേഷമായിരിക്കും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക. കൂടുതൽ ചർച്ചകൾ പറയുന്നത് മെയ് 4 വരെ നിങ്ങൾ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള പിടിവലി നടത്തുക. മെയ് 4 തീയതി ഞങ്ങൾ ഇത്രയും വെള്ളം കോരിയിട്ട് അവസാനം വീണ്ടും ഇടതിന് തന്നെ കിട്ടുന്നതെങ്കിൽ ഇത്ര അവസ്ഥ സാധ്യത കുറവാണ്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി. നമസ്കാരം.